ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. അധികം ഗ്രിപ്പുകളൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് ആ ഭാഗം ക്രാഫ്റ്റിന് ആവശ്യമില്ല. ഇനിയിപ്പോൾ ആ പോർഷൻ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഇതളുകളുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈസിലായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് ഞാൻ കുറച്ചധികം പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക, ചൂടാക്കി കൊടുക്കണം. ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി, നന്നായിട്ട് ഉരുക്കരുത് കേട്ടോ. സൈഡ് പോർഷനൊക്കെ ഒന്ന് നല്ല നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബോട്ടിൽ എടുക്കണം. ഇതുപോലെ കുറച്ച് വീതിയുള്ള ബോട്ടിൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതുപോലെ മാർക്ക് ചെയ്ത പോർഷനൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അത് അതുപോലെ കിട്ടിയിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റിയപ്പം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ പീസുകളൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നോക്കിയിട്ട് ചെയ്യുക. കുറച്ച് വലിയ പീസുകളൊക്കെ ആദ്യം ഫ്രണ്ട് പോർഷനിൽ വെക്കുക. ഇനി അതിൻ്റെ ബാക്കിലായിട്ട് ബാക്കി വരുന്ന ചെറിയ പീസുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഫ്രണ്ട് സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് സൈഡും നന്നായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളർ പെയിൻ്റാണ് കേട്ടോ ആദ്യം കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം യെല്ലോ കളറൊന്ന് അടിച്ചു കൊടുക്കണം. എനിക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളർ ആദ്യം ചെയ്തതിന് ശേഷം റെഡ് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലായത് കാരണം നമ്മൾ ഒരു കോട്ട് കൂടി കൊടുക്കേണ്ടി വരും. അത് നമ്മൾ യെല്ലോ കളർ വെച്ചിട്ടല്ല, റെഡ് കളർ വെച്ചിട്ടാണ് കേട്ടോ അടുത്ത കോട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാനുണ്ട്. അപ്പോൾ അത് അതുപോലെ അതിൻ്റെ ഉൾവശം കൂടി ഞാനൊന്ന് സിൽവർ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. യെല്ലോ കളർ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഈ പോർഷനിലായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പേൾസ് ഉണ്ടെങ്കിൽ പേൾസ് വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ അതാ 2 സൈഡിലൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലാക്ക് കളറ് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് റെഡ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ്. യെല്ലോ കളർ ഉണങ്ങിയതിന് ശേഷം മാത്രം റെഡ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് യെല്ലോ കളർ കാണുന്ന വിധത്തിൽ റെഡ് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് റെഡ് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കുന്ന മാതിരി ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് റെഡ് തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത്. നേരത്തെ നമ്മൾ യെല്ലോ കളർ അടിച്ച കാരണം ഇപ്പോൾ റെഡ് കളർ അതിൻ്റെ മേലെ കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പോർഷൻ ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ എടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇതുപോലെ എല്ലായിടത്തും വൈറ്റ് ഗ്ലൂ ഒന്ന് ആക്കിയതിന് ശേഷം ഗോൾഡൻ കളറ് ഗ്ലിറ്റർ പൗഡർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. സിൽവറോ റെഡോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതാ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സമയം കൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്തത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് റെഡ് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചെറിയ പീസ് എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് സ്റ്റോറേജ് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഷോ പീസ് ആയിട്ട് വേണമെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ട് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.